ഈ ഫ്രണ്ടിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ഫ്രണ്ട് ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ പ്രിയപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് നമുക്ക് വൈരാഗ്യമുള്ള ചില രാജ്യങ്ങളോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്കിഷ്ടമില്ലാത്ത ജാതിയെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ഫ്രണ്ട് പങ്കാളിയാവുന്നു. എന്നാൽ മറുവശത്ത് തന്നെ ഫ്രണ്ട് ജാതിയും മതവും നോക്കാതെ ചിലരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നു, വിമാനം വാങ്ങുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മുടെ ഫ്രണ്ട്, ഒന്നാം തരം കച്ചവടക്കാരനായ ഫ്രണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫ്രണ്ട് നടത്തിയിരിക്കുന്ന പ്രവൃത്തിക്ക് എന്ത് പേരിട്ട് വിളിക്കണം എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, അതിനുചിതമായ പേര് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ മാധ്യമ ലോകത്തൊരു സ്വീകാര്യമായ സംഭവമാകില്ല, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ചാരി നിർത്തി പറ്റിച്ചെന്നോ തേച്ച് ഭിത്തിക്കൊട്ടിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പുനഃസ്ഥാപിച്ച വിവരം മച്ചമ്പി ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. സാധാരണ രണ്ടുപേരൂടെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഇത് മച്ചമ്പി തന്നെ തനിച്ചങ്ങ് പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു പരാതിയും പറഞ്ഞില്ല. മച്ചമ്പി ജയ് ഹോ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. നമുക്ക് 18% നമ്മുടെ സാധനങ്ങളുടെ തീരുവ കുറച്ചതിൽ നമ്മൾ അഭിമാനം കൊണ്ടു, നമ്മൾ സന്തോഷിച്ചു, നമ്മളിവിടെ ആർത്തുല്ലസിച്ച് ചുള്ളിച്ചാടി. നമ്മുടെ കിറ്റെക്സ് സാബു സാമൂഹ്യ മാധ്യമത്തിലൂടെ പത്രസമ്മേളനം വിളിച്ച് വ്യാപാരികൾക്ക് വരാൻ പോകുന്ന പൊൻപുലരിയെക്കുറിച്ച് ഭയങ്കരമായി ഘോരാഘോരം പ്രസംഗിച്ചു. എന്ന് മാത്രമല്ല, ഈ രൂപയുടെ മൂല്യം താഴ്ത്തിയത് തന്നെ വളരെ ഉജ്ജ്വലമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നും അത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഈ പറഞ്ഞതുപോലെ സാബു പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പത്രക്കാർ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചു നോക്കി. പണ്ട് മൂക്കില്ല രാജ്യത്തെന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ സിനിമാ നടൻ തിലകൻ പാൻറ്റുരിഞ്ഞ് ഈ സ്വദേശി വസ്ത്രങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് പോലെ ആകുമോ എന്ന് ശങ്കിച്ചാണ് എല്ലാവരും നോക്കിയത്. പക്ഷേ അവിടം വരെ എത്തിയില്ല. സംഗതി ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്നറിയോ? നമുക്ക് 18% തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക ബംഗ്ലാദേശുമായി ടെക്സ്റ്റൈൽസ് ഇറക്കുമതി ചെയ്യുന്നതിന് 0% തീരുവയിൽ കരാറുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് 18% നികുതി കൊടുക്കണം എങ്കിൽ, ഇമ്പോർട്ട് ഡ്യൂട്ടി അമേരിക്കയിൽ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നികുതിയും കൊടുക്കാതെ ബംഗ്ലാദേശിന് അവിടെ സാധനങ്ങൾ ഇറക്കാം. അപ്പം നമ്മളോടാണോ കൂടുതൽ സ്നേഹം, ബംഗ്ലാദേശിനോടാണോ? അതിനിപ്പോൾ ജിയുടെ അനുയായികളായ ആളുകൾ അതിനൊരു പ്രത്യേകമായ സമവാക്യം കണ്ടെത്തും. പ്രത്യേകിച്ചിപ്പോൾ ഹിന്ദു സഹോദരന്മാരെ പോലും കൊല്ലുന്ന തരത്തിലേക്ക് ഭീകരപ്രവർത്തനം വളർന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബംഗ്ലാദേശിനോടാണ് ഫ്രണ്ട് ഈ താല്പര്യം കാണിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ കയറ്റുമതി $37.75 ബില്യൺ ആണ് നമ്മുടെ മൊത്തം എക്സ്പോർട്ട് വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ ബംഗ്ലാദേശിൻ്റേത് 39.35 ബില്യണാണ്. നമ്മളും ബംഗ്ലാദേശുമാണ് ഈ ടെക്സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ മത്സരരംഗത്തുള്ളത്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ 18% തീരുവയോടുകൂടി അവിടെ ഇറക്കുമ്പോൾ ബംഗ്ലാദേശിൻ്റെ സാധനങ്ങൾ 18% തീരുവയില്ലാതെ 0% ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ അവിടെ ഇറക്കിയാൽ, എക്സൈസ് ഡ്യൂട്ടിയിൽ അവിടെ ഇറക്കിയാൽ, അതുകൊണ്ട് ബംഗ്ലാദേശിലെ വ്യാപാരികൾക്ക് കിട്ടുന്ന ലാഭവും ആ രാജ്യത്തിന് കിട്ടുന്ന ലാഭവും നമുക്ക് കിട്ടൂല. എന്ന് മാത്രമല്ല, നമ്മളെക്കാൾ വില കുറച്ച് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാവുകയും ചെയ്യും. നമ്മുടെ തീരുവ 18% ആക്കിക്കൊണ്ട് ഈ അമേരിക്കക്കാരൻ്റെ മുഴുവൻ സാധനങ്ങളും 0% ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ അണ്ണാക്കിലേക്ക് തള്ളിത്തരാൻ പോവുക. ആ തള്ളിത്തരാൻ കരാർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഫ്രണ്ട് ഇപ്പോൾ അപ്പുറത്തെ രാജ്യത്തിനോട് കാണിച്ച ഈ അനീതി ആരും ചോദിക്കൂല. ചോദിച്ചാൽ വിവരമറിയും. അതാണ് ഫ്രണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കാൻ മാത്രമേ നമുക്ക് യോഗമുള്ളൂ. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറേ തിരയൊക്കെ വിളിച്ച് പപ്പുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് എവിടേക്കാ നമ്മുടെ അണ്ണാക്കിലേക്ക് ഇതുപോലെ തള്ളിത്തരുന്ന ട്രംപിന് ജയ് വിളിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യമല്ലേ, കുതിച്ചു വരുന്ന നമ്മുടെ രാജ്യം. എത്ര ചാനലുകളാണ് ട്രംപ് ഈ കരാറിലെത്തിയപ്പോഴത്തേക്ക് മുട്ടുമുടക്കി വരച്ച വരയിൽ നിർത്തി നമ്മുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചത്. സംഗതി ഇപ്പോൾ ഗുദാഹവ. ഇതാണ് ട്രംപ് മച്ചമ്പി. എവനെയാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ കുറച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവർ. അവർക്ക് മൊത്തം തെറിയും വിദ്വേഷവും വെറുപ്പുമാണ് നമ്മുടെ രാജ്യത്തെ സംഘികൾ
പ്രൊഫൈലുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം.